അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ള ആളുകള് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നവരാണല്ലോ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹിന്റെ സ്വഭാവം അങ്ങനെ തന്നെ പകർത്താൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. നമ്മൾ വളരെ ദുർബലരാണ്, ഈമാൻ വളരെ കുറഞ്ഞവരാണ്, ഇഖ്ലാസ് കുറഞ്ഞവരാണ്. പക്ഷേ അത് പകർത്താനുള്ളൊരു ശ്രമമെങ്കിലും നമ്മളുടെ ഭാഗത്തുണ്ടാകും. ഇത് മഹബത്തിന്റെ അടയാളമാണ്. നബിതങ്ങളുടെ സ്വഭാവമെന്ന് പരിശോധിച്ചാലോ റസൂലുള്ളാഹിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ഈ കാലത്ത് ഞാനും നിങ്ങളും വളരെയധികം ഉൾക്കൊള്ളേണ്ട ഒരു സ്വഭാവമാണ്. കാന റസൂലുള്ളാഹ് അശദ്ദൻ നാസി ഹയാ. ഓ ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഈ ആധുനിക യുഗത്തില് സുബ്ഹാനല്ലാഹ് അൽഫ ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തില് ഞാനും നിങ്ങളും അതാ നമ്മളുടെ തോന്നിയ രൂപത്തിലുള്ള ജീവിതം നയിക്കുമ്പോ റസൂലുള്ളാഹിന്റെ സ്വഭാവമൊന്ന് മനസ്സിലാക്കണേ. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുള്ള ശൈലി അതൊന്ന് പഠിക്കണേ. ഒന്നാമത് റസൂലുള്ളാഹിന്റെ സ്വഭാവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണർത്തുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദൻ നാസി ഹയാ. ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഹയാ ഉള്ള നേതാവായിരുന്നു സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും കൂടുതൽ ഹയാ ഉള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് ഹയാ എന്ന് പറഞ്ഞ സാധനം ആണിനും ഇല്ല പെണ്ണിനും ഇല്ല. ഉണ്ടോ? ഞാൻ എൻ്റെ വിലയിരുത്തലാ പറഞ്ഞത്. മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയുന്നോണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ആണിനും ഇല്ല പെണ്ണിനും ഇല്ല. പണ്ട് കാലത്ത് ഒരു ഉസ്താദിനെ കണ്ടാലെങ്കിലും തലയിലേക്ക് തട്ടെടുത്തിടുന്ന ചില ഉമ്മമാരെ കാണായിരുന്നു, ഇല്ലേ? കാണായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്. ഇപ്പൊ അങ്ങനത്തെ പോലൊന്നുമില്ല. ഉസ്താദ് ഖസാലയിൽ ഇരിക്കുകയാണെങ്കിൽ നേരെ അപ്പുറത്ത് നല്ല ഡീസന്റ് ആയിട്ട് വന്നും കൊണ്ടിരിക്കൂ. ഹയാ ഉള്ള ഉസ്താദ് എഴുന്നേറ്റ് പോകുക എന്നല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. കാന അശദ്ദൻ നാസി ഹയാ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഹയാ ഉള്ള നേതാവായിരുന്നു. കന്യകയായ പെണ്ണ് മണിയറയിൽ ഇരിക്കുമ്പോൾ ഉള്ള ലജ്ജയെക്കാളും ലജ്ജ കാണിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതെല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി തങ്ങൾ ആ ഹയാ കാണിച്ചിരുന്നു എന്നാ നമ്മളൊക്കെ പഠിക്കണം. മുത്തുനബിയുടെ മുന്നിൽ വെച്ചൊരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അള്ളാന്റെ റസൂല് പരസ്യമായി അവനെ ആക്ഷേപിക്കൂല, പരസ്യമായി തിരുത്തൂല. അത് പ്രബോധകരാകുന്ന നമ്മളൊക്കെ പഠിക്കേണ്ടവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ മാന്യമായ രൂപത്തിൽ തിരുത്തി കൊടുക്കണം. മാന്യമായ രൂപത്തിൽ തിരുത്തി കൊടുക്കണം. ഞാൻ ഈ അടുത്ത് ഒരാളോട് സംസാരിച്ചു. അദ്ദേഹം ആ മഹല്ലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും വലിയ സഹകരണം ഉള്ള ആളായിരുന്നു പോലും. ഇപ്പൊ ഒന്നിനും സഹകരിക്കലില്ല എന്ന്. അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അയാളെ ദ്വീപുകാരനായിരുന്നു. ദ്വീപിൽ നിന്ന് നാട്ടിൽ വന്ന് താമസാക്കിയതാണ്. ആ ദ്വീപില് കല്യാണത്തിന്റെ ദിവസം തലേന്നൊക്കെ പടക്കം പൊട്ടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് പോലും. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. തലേന്ന് രാത്രിയിൽ ഒരു പടക്കൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അത്
ഈ നാട്ടിൽ ഇല്ല എന്ന വിവരം ഈ സാധുവിന് അറിയൂല. അയാളുടെ വീട്ടിൽ മകളെ കല്യാണം വന്നപ്പോൾ ആ ദ്വീപിൽ നിന്നും മറ്റുമൊക്കെ വന്ന കുടുംബക്കാർ അവരെ നാട്ടില് ചെയ്യുന്നത് പോലെ അവര് പടക്കം പൊട്ടിച്ചു. സുബ്ഹാനല്ലാഹ്. പിറ്റേത്തെ വെള്ളിയാഴ്ച ഉസ്താദ് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ഉമർ ഖത്താബായി സുബ്ഹാന ജല്ല ജലാലു എഴുന്നേറ്റിങ്ങോട്ട് നിന്ന് പരസ്യമായിട്ട് ആക്ഷേപിച്ചങ്ങോട്ട് സംസാരിച്ചു. അതിന്റെ ശേഷം പിന്നെ അയാൾ ആ മഹല്ലുമായിട്ടൊരു സഹകരണവും ഇല്ല. അദ്ദേഹം പറയാണ്, എന്നെ വിളിച്ചൊന്ന് രഹസ്യമായി ഉപദേശിച്ചു തന്നിരുന്നെങ്കിൽ ഞാനത് തിരുത്തുകയും ചെയ്യായിരുന്നു. മഹല്ലിൽ വേണമെങ്കിൽ വെള്ളിയാഴ്ച എല്ലാരെയും മുന്നിൽ എഴുന്നേറ്റെന്ന് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ അതൊരാളും പോലും ചെയ്തില്ല. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ മാന്യമായിട്ടാണ് തെറ്റ് കണ്ടാൽ അതിനെ തിരുത്താറുള്ളത്. നബിതങ്ങള് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പയാണ് ബേക്കിലുള്ള സ്വഹാബത്ത്, മഅ്മൂമീങ്ങളാകുന്ന സ്വഹാബത്ത്, ചില ആളുകളൊക്കെ ആകാശത്തേക്ക് നിസ്കരിക്കുന്ന സമയത്ത് ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. മുത്തുനബിയുടെ മുഅ്ജിസത്താണ്, മുന്നോട്ട് കാണുന്നത് പോലെ തന്നെ പിന്നിലുള്ളതും കാണുന്ന നേതാവായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. മുന്നോട്ട് കാണുന്നത് പോലെ പിന്നിലുള്ളതും കാണുന്ന നേതാവാണ്. നിസ്കാരം കഴിഞ്ഞു. നിസ്കരിക്കുമ്പോൾ മേലോട്ട് നോക്കൽ കറാഹത്താണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ മസാല? സിലബസ് മാറിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ തന്നെയാണ് മസാല. നിസ്കരിക്കുമ്പോൾ മേലോട്ട് നോക്കരുത്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു മേലോട്ട് നോക്കുന്ന സ്വഭാവം ഉണ്ട്. എപ്പോഴെന്നറിയോ നിങ്ങള്? ഓടിച്ചെന്ന് ഏതോ ഒരു സ്വിച്ച് വിട്ട് പോയിട്ട് കൈയ്യെട്ടിയതാ. നോക്കുമ്പോ ഫാന് കറങ്ങുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഫാനിന്റെ സ്വിച്ചാന്ന് വിചാരിച്ച അട്ടിയിരുന്നത്. ചൂടിങ്ങോട്ട് പോകാതെ ഇവനിങ്ങനെ ഒരു നോട്ടുണ്ട്, കറങ്ങുന്നുണ്ടോ അല്ലേ? ഈ നോട്ടം ഇത് പാടില്ലാത്ത നോട്ടാണ്. നിസ്കാര സമയത്ത് മേൽപോട്ട് നോക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ നോക്കി. അത് നോക്കിയ ആളുകൾ ആരാണ് എന്ന് കൃത്യമായി റസൂലുള്ളാഹിക്ക് അറിയാം. നബിതങ്ങള് നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞ് ഇമാമത്ത് കഴിഞ്ഞ് അവിടെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന്, എടാ നീ എന്തിനാ മേലോട്ട് നോക്കിയത് ചോദിച്ചില്ല. അള്ളാന്റെ റസൂൽ അവിടുന്ന് പറയാണ്, മാ ബാലു അഖ്വാമിൻ, ചില മനുഷ്യന്മാരുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താ? യൻദുറൂന ഇലസ്സമാ, ആകാശത്തിലേക്ക് നോക്കുക നിസ്കരിക്കുന്ന സമയത്ത്. എന്താണ് അവരൊക്കെ അവസ്ഥ എന്ന് റസൂൽ അങ്ങോട്ട് ചോദിച്ചു. എന്തേ നടന്നതിപ്പോ? നോക്കിയ ആൾക്ക് മനസ്സിലായി നബിതങ്ങൾ എന്നെയാ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കുമ്പോൾ മേലോട്ട് നോക്കാൻ പാടില്ല. എന്നാ ഒരാൾക്കും തിരിഞ്ഞിട്ടില്ല ഇതാരോടാ പറഞ്ഞത്. എല്ലാം നടന്നു. ഉപദേശവും കഴിഞ്ഞു, തിരുത്തലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്നാലോ ഒരാളെയും മുത്തുനബി വഷളാക്കിയില്ല. ഇങ്ങനത്തെ സമീപനമായിരുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ ബീവിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. മുത്തുനബിയുടെ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ സുബ്ഹാനല്ലാഹ് മണിയറയിലേക്ക് പോകാൻ വേണ്ടി മുത്തുനബി അങ്ങോട്ട് ചെന്നു. സൈനബ ബീവിയുടെ അടുക്കലേക്ക് നോക്കുമ്പോ വീട്ടിന്റെ സിറ്റ് ഔട്ടിലുണ്ട് 2-3 സ്വഹാബികൾ ഇരുന്നിങ്ങനെ വർത്താനം പറയാണ്. കല്യാണത്തിന്റെ അന്ന് രാത്രി കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയ നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. കല്യാണം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാഴ്ച മുമ്പ് ചട്ടിയും കലവും എടുത്ത് അവിടെ കടുപോകും ഇല്ലേ? ഇവിടെ ഉണ്ടോന്നറിയില്ല. കല്യാണം കഴിഞ്ഞാലോ ഇനിയിപ്പോ സൽക്കാരത്തിന്റെ സൽക്കാരവും അതൊക്കെ കഴിഞ്ഞിട്ടായിട്ട് പോകാം എന്ന നിലക്ക് അവിടെ ഇങ്ങനെ നിൽക്കും. ആവശ്യമുണ്ടെങ്കിൽ നിന്നാ മതി. അല്ലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേഗം തടി സലാമത്താക്കി കൊടുക്കുക. സൽക്കാരത്തിന് ആവശ്യന്റെ വിളിച്ചോളി എന്ന് പറഞ്ഞ് പോരാ. ഇതാ മാന്യത. അവിടെ ഇങ്ങനെ കെട്ടിക്കൂടി നിന്ന് ആളുകളെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. റസൂലുള്ളാഹി തങ്ങളെ ഭാര്യയാകുന്ന സൈനബ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പൊ കുറച്ച് ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ. നബി തങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല, ഹയാ കൊണ്ട്. എങ്ങനെയപ്പോ ഞാൻ അങ്ങോട്ട് പോവുക? എങ്ങനെയപ്പോ അവരോട് എഴുന്നേറ്റ് പോകാൻ പറയാ? അങ്ങനെ പറഞ്ഞാൽ അത് അവർക്കൊരു പ്രയാസാകൂലേ എന്ന് ചിന്തിച്ച് മുത്തുനബി തിരിച്ചു പോരുകയാണ്. രണ്ടാമത് പിന്നെയും ചെന്നു. അപ്പയുണ്ട് അവരവിടെ തന്നെ. റസൂലുള്ള പിന്നെയും തിരിച്ചു പോന്നു. മൂന്നാമത് വീണ്ടും ചെന്നപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കയറിയത്. ആലോചിച്ചു നോക്ക്.
അത്ര ഹയാ ആയിരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഓരോന്നോരോന്ന് പറയേണ്ടതില്ല.